നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് പൊതുവേ നമുക്കിവിടെ വരുന്നുണ്ടല്ലോ. സോ അവരോട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയണം, ഇതല്ല എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ പറയും ഇങ്ങനല്ല കാര്യങ്ങൾ, ഇതായിരുന്നു എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് പറയാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അല്ലേ, എല്ലാവരെയും നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. പലരും നമ്മൾ എത്ര പറഞ്ഞാലും ചിലർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ പറയാനുള്ളത് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് വിലയിരുത്തി നമ്മളെ ദ്രോഹിക്കാതിരിക്കുക, ജീവിക്കാൻ വിടുക, അത്രയേ ഉള്ളൂ. ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. പിന്നെ ഞാൻ പിന്നെ കമൻറ്റുകളൊന്നും വായിക്കാറില്ല. നമ്മളുടെ വീഡിയോ ആരെങ്കിലും ഇട്ടിരിക്കുന്ന ഓരോരുത്തരും റീപോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അന്നേരം അതിനകത്തുള്ള ഇത് ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കമൻ്റൊന്നും ഞാൻ വായിക്കാറില്ല. പോസിറ്റീവ് കമൻസ് മാത്രം ആസ്വദിക്കും, കമൻസ് വായിക്കാറുമില്ല. ഞാനും വായിക്കാറില്ല. പിന്നെ ഇപ്പം 2-3 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ട്. അത് കേൾക്കാനും താല്പര്യമില്ല, മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ആരെയും ലീസ്റ്റ് ബോധേഡായി പറഞ്ഞ പോലെ. അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരുടെയും സന്തോഷവും അപ്രീസിയേഷനും ഒന്നും വേണ്ടല്ലോ. അതെ, നമ്മുടെ മനസാക്ഷി അത്രേ ഉള്ളൂ. ഈ പ്രണയം എന്നത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വരുന്ന ലൈഫിലുണ്ടാവുന്ന ഒരു മൊമെൻ്റ് ആണ്. ആരോടും നമുക്ക് പ്രണയം തോന്നാം. ഇപ്പം പണ്ട് നിങ്ങൾക്കൊരു പ്രണയം തോന്നിയായിരുന്നു, അത് വിട്ടു, അതിനുശേഷം ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ എക്സ് ഹസ്ബൻഡ് പുള്ളീനോട് പ്രണയം തോന്നി, നിങ്ങൾ സെറ്റിൽഡായി, അവിടെ സെറ്റിലായെന്ന് പറഞ്ഞു. ഇന്ന് പുതിയ രശ്മിയും ചേട്ടനും പ്രണയം എത്രത്തോളമാണ് ഉള്ളത് പരസ്പരം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രണയത്തെ പറ്റി പറയാനുള്ളത്? നമുക്ക് ഫീൽ ചെയ്ത മോസ്റ്റ്ലി അന്നത്തെ അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു ഫീലിംഗാണ്. അന്ന് നമ്മൾ കണ്ടിട്ട് ഫ്രൂട്ട്ഫുൾ ആകാത്ത സാധനം ഇപ്പോൾ നടക്കുന്നു ഒരു ഫീലിംഗ് എന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു? എനിക്കങ്ങനെ എന്നോട് പിന്നെ ഞാനൊരു ജീവിച്ച ആളിൻ്റെ അടുത്ത് അവസാനം വരെ ഞാൻ ഒരു കുട്ടിത്തം എനിക്കുണ്ടായിരുന്നു. അത് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോഴും ഇദ്ദേഹത്തിനോടും തോന്നാറുണ്ട് കുട്ടിത്തം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നത്, ഞാൻ പറഞ്ഞില്ലേ എല്ലാം വൈഫിനോടൊക്കെ ഒരു കാര്യം മാത്രമേ ഉണ്ട്, ഈ ചൈൽഡിഷ് ഒരു സ്വഭാവം അല്ലേ. ഇത്രയും വളർന്നിട്ട് നിനക്ക് ആ ഒരു സ്വഭാവം മാറിയിട്ടില്ല. കുട്ടിക്ക് അത് വേറെ ആരോടും കാണിക്കാൻ പറ്റില്ലല്ലോ, മക്കളോടും കാണാം. അതൊക്കെയാണ് നമ്മുടെ ചേച്ചി മുമ്പ് പറഞ്ഞ പോലെ പാർട്ട്ണറിനോട് മാത്രം കാണിക്കാൻ പറ്റുന്ന കുറച്ച്. അത് പബ്ലിക്കലി കാണിക്കുമെന്നല്ല, ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ചില കുട്ടിത്തമൊക്കെ നമുക്ക് തോന്നുമ്പം അത് കാണിക്കണമെന്ന് തോന്നുമ്പം ഒരാൾ വേണ്ടേ. അതെ അതെ, വേറെ ആരോടാ കാണിക്കാൻ. അതുകൊണ്ട് ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയും വരുന്നുണ്ട്, പോസിറ്റീവ് പബ്ലിസിറ്റിയും വരുന്നുണ്ട്. സോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ലൈഫ്, ആഫ്റ്റർ ഓൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടം നിങ്ങളുടെ ലൈഫ്. സോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പൊതുവെ ഞാൻ എന്ത് ചെയ്യുന്നു മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ പരിധിക്കുന്നു ഞാൻ നോക്കാറില്ല. അത് ഞാൻ ലീസ്റ്റ് ബോധേഡാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും കുറ്റം കണ്ടുപിടിക്കാനും പിണങ്ങാനും സമയം കാണത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ പ്രണയം അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസിഡ് കഴിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ വളരുന്നത് വേറെ രീതിയിലാണ്. അവർക്ക് എന്താണ് ലവ് അല്ലെങ്കിൽ എന്താണ് പ്രണയം എന്നത് അവരുടെ പെർസ്പെക്റ്റീവ് വേറൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ പണ്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് അച്ഛനമ്മയൊക്കെ ഭയങ്കര പേടി. ഇന്നത്തെ അങ്ങനെ ഒന്നും പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും അത് വേറെ. ആ ഒരു പ്രണയത്തിന് ഒരു ദിവ്യത്വം ഉണ്ടായിരുന്നു, സത്യസന്ധത ഉണ്ടായിരുന്നു, പരിശുദ്ധമായിരുന്നു. ഇപ്പോഴത്തെ പ്രണയം അങ്ങനല്ല. എന്തെങ്കിലും ഇഷ്ടക്കേട് കണ്ട അപ്പോഴേ ബ്രേക്ക് ഓഫ്. ഇതാണ് അവരുടെ പോളിസി. നാളെ മുതൽ നീ വേറെ ഞാൻ വേറെ, അടുത്ത ആളിനെ ഉടനെ കണ്ടുപിടിക്കുക. അത് അവർക്കൊരു പാഷൻ പോലെയാണ് ഇപ്പോൾ. ഈ പ്രണയമല്ല, അതൊരു എന്താ വെച്ചാൽ ഇപ്പൊ ലിവിങ് ടുഗദറും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ലല്ലോ ഇനി പുതിയ ജനറേഷന്. പക്ഷെ അന്നൊക്കെ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലയളവായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം. ഇന്നിപ്പം ഒരു എല്ലാവരും പറയാറുണ്ട് കല്യാണത്തിന് മുമ്പ് ലിവിങ് ടുഗദർ ഒന്ന് ചെയ്ത് നോക്കണം, ഒക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ കുറച്ചും കൂടെ. എനിക്കൊന്ന് ഇന്നത്തെ ജെൻസിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുപാട് പേരും അങ്ങനെ ചെയ്യുന്നത്. അത് മാതാപിതാക്കൾ ചെയ്യിക്കല്ല, അവരവർ തന്നെ മക്കൾ തന്നെ ചെയ്യുകയാണ്.